ഒരു ഇമാജിനറി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. മറുഭാഗത്ത് കൂടി അർജന്റീനയും ഫൈനലെത്തിയെന്ന് കരുതുക. ഈ 2022 പോലെയല്ല, ഈ ഫ്രഞ്ച് ടീമിനോട് ഇപ്പോഴത്തെ അവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ അർജന്റീനയ്ക്ക്? ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ ഫ്രാൻസിൻ്റെ ഫോമും അർജന്റീന ഇപ്പം നിലവിൽ നോക്കൗട്ട് സ്റ്റേജിൽ കളിച്ച് വരുന്ന ഒരു സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയാണ് ഫ്രാൻസിന് ഒരു 80% സാധ്യത കാണുന്നത്. ഒരു 20% അവിടെ കാണുന്നുണ്ടെങ്കിൽ മെസ്സി എന്ന് പറയുന്ന ഒരു ജീനിയസ് അപ്പുറത്തുള്ളതുകൊണ്ടാണ്. അതൊരു എന്തു ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ഓഫ് മാജിക് മതി അവിടെ. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു പ്ലെയർ അപ്പുറത്തുള്ളതുകൊണ്ട് മാത്രം അർജന്റീനക്ക്, അല്ലാതെ നമ്മൾ ഈ നോക്കൗട്ട് സ്റ്റേജുകളിൽ അർജന്റീന ഇപ്പൊ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന വളരെ സ്ട്രഗിളിംഗ് ആയിട്ടുള്ള ഒരു ഫുട്ബോളാണ് എന്നുള്ളത് കൊണ്ട്. അതായത് ഇപ്പോഴത്തെ അവസ്ഥയിൽ സാറ് പറഞ്ഞ അനുസരിച്ച് അർജന്റീന ടീമും ഫ്രഞ്ച് ടീമും തമ്മിൽ ഒരു താരതമ്യമേ അർഹിക്കുന്നില്ല. അതല്ലേ? പക്ഷെ മെസ്സി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അർജന്റീനക്ക് ഒരു സാധ്യത നമ്മൾ കൊടുക്കുന്നത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതിപ്പോ കളി കാണുന്ന എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതുകൊണ്ട് ഇപ്പോൾ അർജന്റീനയും ഫ്രാൻസും കളിച്ചാൽ ഫ്രാൻസേ ജയിക്കും എന്നല്ല പറഞ്ഞത്. സാധ്യത അപ്പുറത്ത് മെസ്സി ഉള്ളത് കൊണ്ട് അങ്ങോട്ടേക്ക് മാറും. എന്തും സംഭവിക്കും. അതാണ് നോക്കൗട്ട് മാച്ചുകളാകുമ്പോൾ എന്തും സംഭവിക്കുകയും ചെയ്യും.